നിരാശ അത് വലിയൊരു വാക്കാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ ഒക്കെ നിരാശയുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാത്തതിൻ്റെ പേരിൽ. അതുപോലെ ബാങ്കുകളിൽ നമുക്ക് പലിശ, ലോണ് അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് നിരാശയുള്ള ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റും. എങ്കിൽ ഏറ്റവും കൂടുതൽ നിരാശ ഞാൻ കാണാറുള്ളത് ആശുപത്രികളിലാണ്. നമ്മൾ സാധാരണ ഒരു രോഗം വരുന്നു, ഏതെങ്കിലും ഒരു മോഡേൺ ഹോസ്പിറ്റലിൽ പോകുന്നു, ഒരു 5-6 ദിവസം മരുന്ന് കഴിക്കുന്നു, അത് മാറുന്നു. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതി. പക്ഷേ ചില അസുഖങ്ങളിൽ, ഒരുപാട് രോഗങ്ങളുണ്ട് അങ്ങനെ, പക്ഷേ ചില രോഗങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടത് മാറാതെ വരും. അങ്ങനെ വരുമ്പോൾ 2-3 പ്രാവശ്യം പോകേണ്ടി വരുന്നു, പല ഹോസ്പിറ്റലുകളിൽ പോകേണ്ടി വരുന്നു. പിന്നീട് അതിലൊന്നും പ്രത്യേകിച്ച് നമുക്കൊരു പ്രയോജനം കിട്ടണില്ല എന്ന് തോന്നിയിട്ട് ഓൾട്ടർനേറ്റീവ് മെഡിസിനെ ആശ്രയിക്കേണ്ടി വരുന്നു. അവിടെയാണ് ഞങ്ങളുടെയൊക്കെ റോള്, ആയുർവേദ ഡോക്ടർമാരുടെ. അപ്പോൾ അവിടെ വരുമ്പോഴേക്കും ഇവിടെ മിക്കവാറും 3-4 അലോപ്പതി ഡോക്ടർമാരെയും അത്രയും തന്നെ ആയുർവേദ ഡോക്ടർമാരെയും കണ്ടതിന് ശേഷമാണ് ആരെങ്കിലുമൊക്കെ വഴി പറഞ്ഞറിഞ്ഞ് അസ്ഥിരോഗങ്ങളുടെ കാര്യത്തിൽ ഇവിടെ വരാറുള്ളത്. അപ്പോൾ രോഗം ചികിത്സിക്കുന്നതിലും കൂടുതൽ പാടാണ് എനിക്ക് പലപ്പോഴും ഇവരുടെ ഈ നിരാശ ഒന്ന് ഭേദപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടി വരുന്നത്. വളരെയധികം സമയം ആ രോഗത്തിനെക്കുറിച്ചും ഇവിടെ അത് വന്ന് മാറിപ്പോയവരെക്കുറിച്ചൊക്കെ ദീർഘനേരം സംസാരിച്ചാണ് ശരിയാക്കാറ്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, പ്രതീക്ഷ കൈവിടരുത്. ഈ ഡോക്ടർ അല്ലെങ്കിൽ വേറൊരു ഡോക്ടർ, ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റൽ, അത് മാറ്റുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇനി ചില രോഗങ്ങൾ പൂർണ്ണമായും മാറ്റാൻ പറ്റാത്തവയുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ പെയിൻ സഹിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഇല്ലാത്ത വിധത്തിലാക്കാൻ തീർച്ചയായിട്ടും പല വഴികളുമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയെല്ലാം കേൾക്കുന്ന ചതിക്കുഴികളിലൊന്നും ചെന്ന് ചാടരുത്. അത്ഭുതം, ദിവ്യം എന്നൊക്കെ പറയുന്ന പല തട്ടിപ്പ് കേന്ദ്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതിൽ ഒന്നും ചെന്ന് ചാടാതെ കറക്റ്റായിട്ടുള്ള ഡോക്ടർമാരുള്ള സ്ഥാപനങ്ങളിൽ ട്രീറ്റ്മെൻ്റ് എടുത്ത് അത് മാറ്റി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും എല്ലാ ഡോക്ടർമാർക്കും എല്ലാ രോഗങ്ങളും മാറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ഡോക്ടറെ കാണുക, അല്ലാതെ ഇത് മാറാനൊന്നും പോകുന്നില്ല എന്നൊരു ധാരണ സ്വയം വെച്ച് പുലർത്തുകയും അതേ അസുഖം പറയുന്ന മറ്റുള്ളവരോട് എനിക്കിത് എത്ര കാലമായി മാറുന്നില്ലല്ലോ, നിങ്ങൾക്ക് മാറുമൊന്നുമില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യുക. അന്വേഷിക്കട്ടെ, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നതാണല്ലോ. നിരാശ അത് വലിയൊരു വാക്കാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ ഒക്കെ നിരാശയുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാത്തതിൻ്റെ പേരിൽ. അതുപോലെ ബാങ്കുകളിൽ നമുക്ക് പലിശ, ലോണ് അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് നിരാശയുള്ള ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റും. എങ്കിൽ ഏറ്റവും കൂടുതൽ നിരാശ ഞാൻ കാണാറുള്ളത് ആശുപത്രികളിലാണ്. നമ്മൾ സാധാരണ ഒരു രോഗം വരുന്നു, ഏതെങ്കിലും ഒരു മോഡേൺ ഹോസ്പിറ്റലിൽ പോകുന്നു, ഒരു 5-6 ദിവസം മരുന്ന് കഴിക്കുന്നു, അത് മാറുന്നു. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതി. പക്ഷേ ചില അസുഖങ്ങളിൽ, ഒരുപാട് രോഗങ്ങളുണ്ട് അങ്ങനെ, പക്ഷേ ചില രോഗങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു